ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദി ഹാൻഡ് മെയ്ഡ് കമ്പനി. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ വാങ്ങിച്ച കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ. ആദ്യമായിട്ട് കുറച്ച് ക്രാഫ്റ്റ് പേപ്പേഴ്സാണ്. ഇത് ഏകദേശം 80 പേപ്പേഴ്സോളം വരുന്നുണ്ട്. അതിന് 10 ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് അതിലുള്ളത്. 125 രൂപ എന്തോ മറ്റോ ആണ് ആയിരിക്കുന്നത്. അടുത്തതായിട്ട് കുറച്ച് ആക്രിലിക് പെയിൻറ്റ്സ് ആണ്. പ്രൈമറി കളേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തുകൊണ്ട് മാക്സിമം കളേഴ്സ് നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ബിഗിനേഴ്സ് എന്നുള്ള രീതിക്ക് ഈ ഒരു ആക്രിലിക് പെയിൻറ്റിൻ്റെ സെറ്റ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഇതിൽ MRP കാണിച്ചിരിക്കുന്നത് 110 ആണെങ്കിലും ഏകദേശം 15 രൂപയോളം കുറച്ചാണ് കേട്ടോ നമുക്കിത് കിട്ടിയത്. പ്ലെയിൻ കളേഴ്സ് മാത്രമുള്ള ഒരു സെറ്റ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് സിൽവർ കളറും അതോടുകൂടി തന്നെ ഗോൾഡൻ ഗ്ലിറ്റർ ഷെയ്ഡ്സ് 2 വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അടുത്തതായിട്ട് ഒരു സെല്ലോ ടാപ്പാണ് വാങ്ങിച്ചത്. ഇത് 2 ഇഞ്ചസ് വിട്ട് വരുന്ന ഒരു സെല്ലോ ടാപ്പ് വാങ്ങിച്ചു. അതോടുകൂടി തന്നെ ഒരു ഗ്ലൂവും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 2 പൈപ്പ് ക്ലീനേഴ്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. റെഡ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നിട്ടുള്ളത്. ഇത് വെച്ച് വലുതായിട്ട് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ നമുക്ക് പരീക്ഷണമാണല്ലേ, നമുക്ക് അതുകൊണ്ട് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അടുത്തതായിട്ടൊരു റിബൺ കൂടി വാങ്ങിച്ചിട്ടുണ്ട്, റെഡ് കളറാണ്. പിന്നെ ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഗ്ലൂ ഗൺ ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ, അതുകൊണ്ട് ഞാനൊരു ഗ്ലൂ ഗണ്ണ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ 2 സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. ഈ ഗണ്ണിന് മാത്രം ഏകദേശം 125 രൂപയോ 130 രൂപയോ എന്തോ ആണ് ആയത്. പിന്നെ ഈ ഗ്ലൂ സ്റ്റിക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞല്ലോ, അത് ഏകദേശം 5 രൂപ എന്തോ ആണ് ഒരെണ്ണത്തിന്. അപ്പോൾ ഞാനത് പിന്നീട് ഒരു 5 കൂടി വാങ്ങിച്ചായിരുന്നു. ഈ ഒരു പാക്കേജിലാണ് കേട്ടോ ഇത് വരുന്നത്. നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരിക്കലും ഇത് വാങ്ങിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അടുത്തതായിട്ട് ഒരു ട്രൈപ്പോഡാണ്. അഫോർഡബിൾ ആയിട്ടുള്ള 300 ബിലോ വരുന്ന ഒരു ട്രൈപ്പോഡാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ പൗച്ചിൽ 999 റേറ്റ് കാണിക്കുന്നതെങ്കിലും എനിക്ക് ഏകദേശം 230 റേഞ്ചിൽ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇത് വാങ്ങിക്കാൻ വേണ്ടി പറ്റിയത്. അടുത്തതായിട്ട് ഞാൻ 2 ക്രോഷേ ചെയ്യാൻ പറ്റുന്ന 2 യാൺസാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ടൂളും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് വിചാരിച്ചിരിക്കുക ഞാൻ. അടുത്തതായിട്ട് ഒരു ജ്വല്ലറി സെറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് വന്നിട്ട് OHP ഷീറ്റാണ്. ഇത് നമുക്ക് കമ്മലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മാലയാണെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബേസായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഷീറ്റാണ്. ഇത് നമുക്ക് സാധാരണ കടകളിൽ അവൈലബിൾ ആയിരിക്കും. ഇത് നമ്മൾ കമ്മലിൻ്റെ ബാക്ക് സൈഡിൽ ഇടുന്ന മൂടിയാണ് കേട്ടോ. അടുത്തത് നമ്മൾ കമ്മൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്ന ഒരു ആണിയാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഹാങ്ങിങ് കമ്മലൊക്കെ ഉണ്ടാക്കുമ്പോൾ കാതിൽ കൊളുത്തുന്ന ആ ഒരു തൂക്കത്തിൻ്റെ ആ ഒരു പോർഷനാണ്. പിന്നെ അടുത്തത് വന്നിട്ട് മുത്തിൻ്റെ ഒരു ഇതാണ്, നമുക്ക് കമ്മലിൻ്റെ താഴത്തൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്തത് B7000 ഗമ്മാണ്. പിന്നെ ഇത് വന്നിട്ട് ഒരു സ്റ്റോൺ പിക്കറാണ്, നമുക്ക് ഈസി ആയിട്ട് സ്റ്റോണൊക്കെ ഒട്ടിക്കുക ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് വന്നിട്ട് മെറ്റൽ വയറാണ്, നമുക്ക് ജ്വല്ലറീസൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് കുന്തൻ സ്റ്റോൺസ് ആണ്. ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൽ 600 പീസസ് ആണ് ഉണ്ടായിരുന്നത്. 6 ഡിഫറെൻറ്റ് ഷേപ്പിൽ വരുന്ന സ്റ്റോൺസ് ആയിരുന്നു. ആദ്യത്തേത് വന്നിട്ട് ഒരു കണ്ണിൻ്റെ ഷേപ്പിലാണുള്ളത്. അടുത്തത് വന്നിട്ടൊരു വെള്ളത്തുള്ളി പോലത്തെ ഷേപ്പാണ്. പിന്നെ വരുന്നത് സ്ക്വയർ ഷേപ്പിലുള്ളതാണ്. പിന്നെ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ളതും എല്ലാം 100 പീസസ് വെച്ചാണ് ഉള്ളത് കേട്ടോ. ഈ ടൂൾസൊക്കെ യൂസ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു കമ്മലാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി കൊടുത്തേക്കാം. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് മെറ്റൽ വയർക്ക് ട്വിസ്റ്റ് ചെയ്യാനും കട്ട് ചെയ്യാനും യൂസ് ചെയ്യുന്ന 2 ടൂൾസാണ്. ഇത് ഞാൻ വാങ്ങിച്ച കടയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.